ഒരു ലാബ് എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്കിൽസും കാര്യങ്ങളും നമുക്കില്ലെങ്കിലും നമ്മൾ പേടിക്കണ്ട. നമുക്കൊരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ എന്തായാലും അവർ നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ട്രെയിൻ ചെയ്യിപ്പിക്കും. നമ്മൾ റിസർച്ച് എന്തായാലും അവർ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. ഇതിപ്പോൾ എൻ്റെ കേസിൽ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കെമിസ്ട്രി ആൻഡ് കെമിക്കലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റാണ്. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നേരെ കെമിസ്ട്രി സയൻസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറി. അപ്പോൾ ഞാൻ ഏകദേശം 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എല്ലാം 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ എക്യുപ്മെൻറ്റ്സും ട്രെയിൻഡായി. ഈ ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു നോളജൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 ഇയർ എടുത്ത് ഏകദേശം എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് അതോർത്ത് പേടിക്കേണ്ട. നമുക്ക് ലാബ് എക്സ്പെക്ട് ചെയ്യുന്ന സ്കില്ലില്ലെങ്കിലും നമ്മൾ വിൽ ഗെറ്റ് ട്രെയിൻഡ്. ഓക്കെ, അതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഫണ്ടറായിട്ടുള്ള ഒരു പ്രോജക്റ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന സ്കിൽസ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു സ്കില്ല് നമ്മളെന്തായാലും കാണിക്കേണ്ടി വരും. ഓക്കെ, അതേ ഉള്ളൂ. അല്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെന്തായാലും ഈ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യും ഇവിടെ വന്നതിന് ശേഷം നമ്മളെ